ഹലോ, വെൽക്കം ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ടിക്കയുടെ റെസിപ്പിയാണ്. ഇത് നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിക്കൻ ടിക്ക ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പൊടിച്ച ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 ടീസ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ഡ്രോപ്പ് റെഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇവിടെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് ഒന്നുകൂടി കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോഴേക്കും ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വുഡൻ സ്ക്രൂവേഴ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇനി അതിലേക്ക് ഒരു പീസ് സവാള, ഒരു ചിക്കൻ്റെ പീസ്, പിന്നീട് ഒരു ക്യാപ്സിക്കം ഇങ്ങനെ കോർത്ത് വയ്ക്കുന്നുണ്ട്. നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ ക്യൂബ്സ് എല്ലാം ഇങ്ങനെ വുഡൻ സ്ക്യൂവേഴ്സിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വുഡൻ സ്ക്യൂവേഴ്സിൽ കോർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓരോ സൈഡും വെന്ത് വരുമ്പോഴേക്കും പതുക്കെ തിരിച്ചു കൊടുത്തിട്ട് മറ്റുള്ള സൈഡും വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പതുക്കെ തിരിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിൻ്റെ എല്ലാ സൈഡും തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വുഡൻ സ്ക്രൂവേഴ്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡിലേക്കും തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ല സോഫ്റ്റാണ്, മാത്രമല്ല നല്ല ജ്യൂസിയുമാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.